ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മളിന്ന് പോകുന്നത് അൽസാഹിയ എന്ന പാർക്കിലേക്കാണ് കേട്ടോ. വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ വീക്കെൻഡ് ആയപ്പോൾ ബോറടിച്ചപ്പോൾ എവിടേക്കെങ്കിലും പോവാമെന്ന് പറഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടേക്കായിട്ട് വരാൻ വിചാരിച്ചതല്ല, പിന്നെ എവിടേക്ക് പോകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ നല്ലൊരു പാർക്കാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള പാർക്കാണ് കേട്ടോ. ഒരുപാട് നടക്കാനും മക്കൾക്ക് ഒരുപാട് കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ഒരു 11:30 ടൈമൊക്കെ ആയിട്ടുണ്ട് എത്തിയപ്പം. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇനി അധികം സമയം കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങനെ പോയി നോക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാവുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. വേറെ എന്താ പറയുക, ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനേ പറ്റില്ല. പിന്നെ നമുക്ക് മാളിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു വെതറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസിനായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം പിന്നെ ഈ ചെക്കന് പിന്നെ സൈക്കിളിൽ പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടപ്പം അവിടെ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നമ്മൾ പോയിട്ടോ. അവിടുന്ന് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ മക്കൾക്ക് ഓടി കളിക്കാനൊക്കെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അവിടെ തന്നെ നോക്കി നിൽക്കേണ്ട വെച്ചിട്ട് അവിടുന്ന് മാറി. മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഓടി കളിച്ച് നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്കിവിടെ ധൈര്യമായിട്ട് വിടുകയും ചെയ്യാം. ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ക്ലീനുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ പിന്നാലെ അവരെ ശ്രദ്ധിച്ച് നടക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഇത് മക്കൾക്ക് കളിക്കാനായിട്ടുള്ള ലൈറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. ഇവിടെ സാധാരണ ഇഷ്ടം പോലെ മക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിപ്പം ഏകദേശം അവിടെ ക്ലോസ് ചെയ്യാനായതുകൊണ്ടാണ് കുട്ടികൾ കുറവുള്ളത്. എന്നാലും കുട്ടികളുണ്ട്. ഇവർക്ക് ഇവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടേക്ക് ഇറങ്ങാൻ താല്പര്യം കാണിക്കാറുണ്ട്. പക്ഷേ എനിക്കെന്തോ തോന്നുന്നു, പേടിയുണ്ട് തോന്നുന്നു. ഇപ്പം പിന്നെ കുറച്ച് പേടിയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ കുറേ നേരമൊക്കെ അവർ ആ ലൈറ്റ്സൊക്കെ നോക്കി അവിടെ മാറി നിന്ന് കണ്ടുട്ടോ. നേഹമോക്ക് അവിടേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ കുറച്ചുകൂടി താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ വീട്ടിൽ നിന്നൊക്കെ വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു. പിന്നെ നല്ല ഹൈറ്റിൽ പൊന്തുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു. ചെറുതായിട്ടൊരു പേടി ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പം മിക്കവാറും അവർ ഇറങ്ങാൻ മതിയാകും. പിന്നീട് നമ്മളവിടെ കുറച്ച് നേരം കൂടിയൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അവിടെ 12 മണിയായപ്പം സാധാരണ പോലെ ലൈറ്റ്സൊക്കെ ഓഫാക്കി. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ആ ഏരിയയിൽ നിന്ന് എല്ലാവരും അവിടുന്ന് പോകാനുള്ളൊരു സമയമായി. ലൈറ്റ്സ് ഓഫാക്കിയ പാട് എല്ലാവരും പോകില്ല. പിന്നെ ഒരു മണിക്കൂറൊക്കെ എടുക്കും എല്ലാവരും അവിടുന്ന് മാറാനായിട്ട്. ഫുൾ ലൈറ്റ്സ് അങ്ങനെ ഓഫാക്കൂല. ഇത്തവണ പോയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് കളിക്കാനുള്ള വേറെ ഒരുപാട് ഏരിയകളുണ്ട്. അവിടേക്കൊന്നും പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഏതായാലും 12 മണി ആവുകയും ചെയ്തു. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളും പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഏരിയകളുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. മക്കളായിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ അവിടെ ഒരുപാട് നേരമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടുന്ന് വേഗം തന്നെ പോന്നു. മക്കൾക്ക് അവിടുന്ന് പോരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം എടുത്ത് കൊണ്ട് പോരാൻ ഉണ്ടായത്. അവർക്ക് പിന്നെ ഇങ്ങനെ രാത്രി ആയാലും ഇങ്ങനെ ഉറക്കിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് പുറത്തിറങ്ങിയാൽ നല്ല ആക്റ്റീവാണ്. ഇങ്ങനെ പുറത്തിറങ്ങാനാണ് താല്പര്യം കൂടുതലുള്ളത്, ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ. പിന്നെ നമ്മളിങ്ങനെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കാക്കിയൊന്നും അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 12:30 1 മണി ആ ടൈമിലുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതെല്ലാവരും ആ കോഫി കുടിക്കാൻ വന്നവരാണ്. സംഭവം കിട്ടിയപ്പോൾ സൂപ്പർ സാധനം തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കോഫി ലവർ അല്ല, പക്ഷേ എനിക്കും നല്ല ഇഷ്ടമായി. മേലെ ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കോഫി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു സമൂസൻ്റെ ഒരു ചെറിയൊരു ബോക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ KFCയിലേക്കാണ് പോയത്. സാധാരണ നമ്മൾ KFCയിൽ ഓർഡർ ചെയ്യുന്ന ഒരു റാപ്പും പിന്നെ കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്തു. ഇത്തവണ നമ്മൾ പുറത്തല്ല ഇരുന്നത്, KFCൻ്റെ ഉള്ളിൽ തന്നെയാണ് പോയിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ വേഗം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.